Good evening and welcome. പശ്ചിമഘട്ടത്തിലെ പച്ചപ്പ് സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പഠിച്ചത് അതായിരുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശ പഠിച്ച് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്ന് പിന്നോക്കം പോക്കായി മാറുമോ ഈ റിപ്പോർട്ട്? സ്പെഷ്യൽ എഡിഷൻ ഈ വിഷയം ചർച്ച ചെയ്യും. കസ്തൂരിരംഗൻ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി സമർപ്പിച്ചു. വനം പരിസ്ഥിതി മന്ത്രി ജയന്തി നടരാജനാണ് കൈമാറിയത്. പശ്ചിമഘട്ടത്തെ ജനവാസ മേഖലയെന്നും പരിസ്ഥിതി മേഖലയെന്നും രണ്ടായി തിരിക്കാൻ നിർദ്ദേശമുണ്ട്. പരിസ്ഥിതി മേഖലയിൽ ജനവാസം നിയന്ത്രിക്കണമെന്നും റിപ്പോർട്ട്. പശ്ചിമഘട്ടത്തിലെ 37% മേഖല അതീവ പ്രാധാന്യമുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ അതിരപ്പള്ളി പദ്ധതിയോട് യോജിക്കുന്നില്ല. റിപ്പോർട്ടിന് മേൽ ജനാഭിപ്രായം തേടുമെന്നും മന്ത്രി ജയന്തി നടരാജൻ പറഞ്ഞു. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് പരിസ്ഥിതി നശിപ്പിക്കുന്നതിന് തുല്യമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് സമർത്ഥിക്കാൻ കേരളത്തിനായില്ല. ഇക്കാരണത്താലാണ് പദ്ധതിയെ എതിർക്കുന്നതെന്ന് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പറയുന്നു. പദ്ധതിക്ക് വേണ്ടി കേരളത്തിന് കേന്ദ്ര സർക്കാരിനെ വീണ്ടും സമീപിക്കാം. ചെറുകിട വൈദ്യുത പദ്ധതികൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും. 25 മെഗാവാട്ടിൽ കുറവ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന പദ്ധതികൾ പാടില്ല. പരിസ്ഥിതി ദുർബല പ്രദേശത്തെ നദികളിൽ നീരൊഴുക്ക് കുറയുന്ന സമയത്ത് 30% കൂടുതൽ നീരൊഴുക്കുണ്ടെങ്കിൽ ജലവൈദ്യുത പദ്ധതിയാകാം. ഇത്തരത്തിൽ പരിസ്ഥിതി ദുർബല പ്രദേശത്തും പ്രവർത്തനം നടത്താമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമഘട്ട പ്രദേശത്തെ രണ്ടായി തിരിച്ചു. ജനവാസ മേഖലയും പരിസ്ഥിതി പ്രാധാന്യ മേഖലയും. പ്രദേശത്തെ രാസവള പ്രയോഗം പാടില്ലെന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രായോഗികമല്ലെന്നും സമിതി. പകരം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക ഇളവുകൾ അനുവദിക്കണം. പരിസ്ഥിതി പ്രാധാന്യ മേഖലയിൽ 90% പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. ഇത്തരത്തിൽ കേരളത്തിൽ 118 പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുണ്ട്. സമിതിയുടെ റിപ്പോർട്ട് 1 മാസം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കും. പൊതുജനാഭിപ്രായം പരിഗണിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി ജയന്തി നടരാജൻ പറഞ്ഞു. മീഡിയ 1, ഡൽഹി. പശ്ചിമഘട്ട മേഖലയിലെ കടുത്ത പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠിക്കാനും ആ മേഖലയെ പരിസ്ഥിതി മേഖലയായി നിലനിർത്തുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയോഗിച്ചത്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയമിച്ച മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റിലാണ്. കമ്മിറ്റിയെ നിയോഗിച്ചത് 2010 മാർച്ചിൽ. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളെക്കുറിച്ച് വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. പശ്ചിമഘട്ട മേഖല ഉൾക്കൊള്ളുന്ന 6 സംസ്ഥാനങ്ങൾ ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കാനാകില്ല എന്ന നിലപാടെടുത്തു. ഈ സാഹചര്യത്തിലാണ് കസ്തൂരിരംഗൻ കമ്മിറ്റിയെ നിയോഗിച്ചത്. കസ്തൂരിരംഗൻ കമ്മിറ്റി ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശയിലെ അപാകതകളെക്കുറിച്ച് പഠിക്കണം എന്നായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കസ്തൂരിരംഗൻ കമ്മിറ്റി 2012 ഓഗസ്റ്റിൽ നിയമിക്കപ്പെട്ടു. റിപ്പോർട്ട് സമർപ്പിച്ചത് 2013 ഏപ്രിലിലാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശയിൽ നിന്നും കാതലായ വ്യത്യാസങ്ങൾ കസ്തൂരിരംഗൻ കമ്മിറ്റി ശുപാർശയിൽ കാണാനാകും. ഗാഡ്ഗിൽ കമ്മിറ്റി പരിസ്ഥിതി പ്രാധാന്യമനുസരിച്ച് പശ്ചിമഘട്ടത്തെ 3 സോണുകളായി തിരിക്കണമെന്നും ഓരോ സോണിലും പ്രത്യേകം നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നും നിർദ്ദേശിച്ചിരുന്നു. കസ്തൂരിരംഗൻ കമ്മിറ്റി 2 സോണുകൾ 2 മേഖലകളാക്കി പശ്ചിമഘട്ടത്തെ തിരിക്കാനാണ് വ്യവസ്ഥ ചെയ്യുന്നത്. ജനവാസ മേഖലയെന്നും പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയെന്നും 2ആയി തിരിക്കാൻ കസ്തൂരിരംഗൻ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. മറ്റൊരു പ്രധാന ശുപാർശ ഉണ്ടായിരുന്നത് തീവ്ര പ്രാധാന്യമുള്ള സോൺ 1-ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്തു. കസ്തൂരിരംഗൻ കമ്മിറ്റി പറയുന്നത് പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ ഉപാധികളോടെ നിർമ്മാണമാകാം. 20,000 ചതുരശ്ര മീറ്റർ വരെ വിസ്താരമുള്ള നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകാം എന്നും കസ്തൂരിരംഗൻ കമ്മിറ്റി പറയുന്നു. 20,000 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയതിനു ശേഷം മാത്രം അനുമതി നൽകണം എന്ന് കസ്തൂരിരംഗൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ജലവൈദ്യുത പദ്ധതികളുടെ കാര്യത്തിൽ 2-ാം സോണിൽ 10 മുതൽ 25 മെഗാവാട്ട് വരെ ഉൽപ്പാദനശേഷിയുള്ള ജലവൈദ്യുത പദ്ധതികളെ പാടുള്ളൂ എന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. കസ്തൂരിരംഗൻ കമ്മിറ്റി ഉപാധികളോടെ ജലവൈദ്യുത പദ്ധതികളാകാം എന്ന് പറയുമ്പോൾ 25 മെഗാവാട്ടിൽ താഴെയുള്ള പദ്ധതികൾ വേണ്ട എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ചെറുകിട ജലവൈദ്യുത പദ്ധതികളാകുമ്പോൾ ഊർജോൽപാദനം കുറയുകയും എന്നാൽ പരിസ്ഥിതി ആഘാതം കൂടുകയും ചെയ്യുന്നു എന്ന വാദമാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ട മേഖലയിലെ ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണം എന്ന ശുപാർശ മുന്നോട്ട് വച്ചിരുന്നു. കസ്തൂരിരംഗൻ കമ്മിറ്റി പറയുന്നത് ഡാം ഡീകമ്മീഷൻ വേണ്ട എന്നാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന് ശുപാർശ ചെയ്തപ്പോൾ കസ്തൂരിരംഗൻ കമ്മിറ്റി ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്യുന്നു. മറ്റ് പ്രധാന ശുപാർശ ആതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ ഏറെ വിവാദ വിഷയമായ ആതിരപ്പള്ളി പദ്ധതിയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞത് ആതിരപ്പള്ളി പദ്ധതി നടപ്പാക്കേണ്ടതില്ല, അത് പരിസ്ഥിതിക്ക് ഏറെ ആഘാതമേൽപ്പിക്കുന്നതാണ് എന്നായിരുന്നു. കസ്തൂരിരംഗൻ കമ്മിറ്റി ആതിരപ്പള്ളി പദ്ധതിക്ക് പരോക്ഷമായി പിന്തുണ നൽകുന്നു.
ആതിരപ്പള്ളി പദ്ധതിക്ക് ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ അനുമതി നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ കസ്തൂരി രംഗൻ കമ്മിറ്റി പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആഘാതത്തിന് ഉപരിയായി ഊർജോൽപാദനം സാധിക്കുമെങ്കിൽ അതിരപ്പള്ളി പദ്ധതിയുമായി മുന്നോട്ടു പോകാം, കേരളത്തിന് ഇക്കാര്യം വീണ്ടും വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാം എന്ന ശുപാർശയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി നൽകിയിരിക്കുന്നത്. ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ KCBC വക്താവ് ഫാദർ സ്റ്റീഫൻ ആലത്തൂർ കൊച്ചിയിൽ നിന്നും, ഗാഡ്ഗിൽ കമ്മിറ്റി അംഗമായിരുന്ന ഡോക്ടർ VS വിജയൻ തൃശൂർ സ്റ്റുഡിയോയിൽ നിന്നും, കോൺഗ്രസ് നേതാവും MLAയുമായ ജോസഫ് വാഴക്കൻ കോട്ടയം സ്റ്റുഡിയോയിൽ നിന്നും, MP രാജേഷ് MPയെ ടെലിഫോൺ ലൈനിലും ചേരുന്നു. ആദ്യം ഡോക്ടർ വിജയനിലേക്ക്. ശ്രീ വിജയൻ, ഗാഡ്ഗിൽ കമ്മിറ്റി മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, പ്രധാനപ്പെട്ടതും അങ്ങേയറ്റം സിഗ്നിഫിക്കൻറ്റുമായ നിർദ്ദേശങ്ങൾ, ഇതിലെല്ലാം പൂർണ്ണമായും വെള്ളം ചേർത്തിരിക്കുകയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയാൻ കഴിയുമോ? പരിസ്ഥിതി സൗഹൃദം എന്ന വാക്ക് റിപ്പോർട്ടിലുടനീളം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഭംഗിവാക്കായി മാറുന്നുണ്ടോ? ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടില്ല. ഒരു അരമണിക്കൂറിന് മുമ്പാണ് റിപ്പോർട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത്. മുഴുവൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കാര്യമായിട്ട് ഇതിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വെള്ളം ചേർത്തിരിക്കുന്നത് വികസന പ്രക്രിയക്ക് തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി പറയുന്നത് വെസ്റ്റേൺ ഗാഡ്സിൽ വികസനം വേണ്ടാന്ന് ഒരു സ്ഥലത്തും ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞിട്ടില്ല. വികസനമാവാം, പക്ഷേ പരിസ്ഥിതിക്ക് ഏറ്റവും കുറവ് ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. ആഘാതം ഏൽപ്പിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ആഘാതം ഏൽപ്പിക്കാത്ത രീതിയിലുള്ള വികസനം ആകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സോൺ 1-ലും സോൺ 2-ലും സോൺ 3-ലും ആകാം. ഒരു സ്ഥലത്തും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അതൊരു പ്രത്യേക സംഗതിയാണ്. രണ്ടാമത്, ഗാഡ്ഗിൽ കമ്മിറ്റി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ സോൺ 1, സോൺ 2, സോൺ 3 ആയിട്ട് തിരിക്കുമ്പോഴും അതിനൊരു റെക്കമെൻഡേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഫൈനലായിട്ട് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തുകളിലാണ് ഡിസ്കഷൻ എടുക്കേണ്ടത്, അവരാണ് ഡിസ്കഷൻ എടുക്കേണ്ടത്. അവർക്ക് ഡിസിഷൻ എടുക്കേണ്ടതിനുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇത് അഴികെ കണ്ടാൽ റിപ്പോർട്ടിൽ പറയുന്നില്ല ഇത് ഈ സോൺ 1, സോൺ 2, സോൺ 3 ഇങ്ങനെ ആയിരിക്കണം, ഇതുപോലെ ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത് തീരുമാനിക്കേണ്ട പഞ്ചായത്താണ്. നേരെ മറിച്ച് കസ്തൂരി രംഗൻ കമ്മിറ്റി പറയുന്നത് സോൺ 2ആയിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. അതിൽ 60,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് ഇപ്പോൾ ഇക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് കണക്കാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു തീരുമാനമാണ്. ആ തീരുമാനം നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഡിസ്കഷൻ ഇല്ല. അത് തെറ്റായിപ്പോയി. അതേറ്റവും വലിയ തെറ്റായിപ്പോയി. ജനങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ട്, ചർച്ച ചെയ്തിട്ട്, അവരുടെ ആഗ്രഹങ്ങൾ കണക്കെടുത്തിട്ട് വേണം, അവർ പറയുന്നത് പോലെ വേണം ചെയ്യാനെന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം അതായത് ജനങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്, മുകളിൽ നിന്നല്ല തീരുമാനം വേണ്ടതെന്നുള്ളതായിരുന്നു. അത് ഈ കമ്മിറ്റിയിൽ അത് കാണുന്നില്ല. രണ്ടാമത്, ഇതിനകത്തൊരു പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് രാസകൃഷിയും കീടനാശിനികൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ദുഃഖകരമായിപ്പോയി. കാരണം കേരള ഗവൺമെൻറ് തന്നെ ഒരു പോളിസിയുണ്ട്. 10 വർഷത്തിനകം കേരളം കംപ്ലീറ്റായിട്ട് രാസകൃഷിയിൽ നിന്ന് മാറ്റാമെന്നുള്ളൊരു തീരുമാനം, ഒരു പോളിസി ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ്റുണ്ട്. അങ്ങനെ ഒരു പോളിസി ഇരിക്കുമ്പോൾ ഇത് ആകാമെന്ന് പറയുന്നത് അത് വളരെ തെറ്റായി. ഗവൺമെൻറ് പോളിസിക്ക് തന്നെ എതിരാണ്. താങ്കളിലേക്ക് ഫാദർ സ്റ്റീഫൻ ആലത്തറ, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും പ്രത്യേകിച്ച് ക്രിസ്തീയ സഭയും വലിയ ആശങ്ക മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ ആശങ്കകൾ നീങ്ങാൻ പാകത്തിലുള്ള വ്യവസ്ഥകൾ തന്നെയാണോ റിപ്പോർട്ടിലുള്ളത്? താങ്കൾക്ക് റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ലഭ്യമായിട്ടില്ലെങ്കിൽ കൂടി മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് താങ്കൾ എന്താണ് കരുതുന്നത്? കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങൾ ഉന്നയിച്ച, അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ള ആളുകൾ ഉന്നയിച്ച ആശങ്കകളെ ഉചിതമായ രീതിയിൽ അഭിമുഖീകരിക്കുന്നുണ്ടോ? ഫാദർ സ്റ്റീഫൻ ആലത്തറ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. മാധവ് ഗാഡ്ഗിൽ കമ്മീഷന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ, ഇപ്പോൾ മാധ്യമങ്ങൾ കൂടെ അറിയുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശയക്കുഴപ്പമാണ്.
ഈ രണ്ട് കമ്മീഷൻ റിപ്പോർട്ടുകൾ തമ്മിൽ ഏറെ വൈരുദ്ധ്യാത്മകത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷെ KCBCക്ക് കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് പരിസ്ഥിതി നയവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതാണ് നമ്മൾ മാധവ ഗാഡ്ഗിൽ കമ്മീഷന്റെ റിപ്പോർട്ടിന് പ്രതികരണമായിട്ട് അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം, പക്ഷേ ജനങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണമാണ് നമുക്ക് വേണ്ടത്. പരിസ്ഥിതി തീവ്രവാദ നിലപാടുകളെ ഒരിക്കലും സഭയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. മരം വെട്ടാൻ പാടില്ല, പക്ഷെ മരം ആപത്കരമായിട്ട് മനുഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന അവസരത്തിലാണെങ്കിൽ ആ മരം വെട്ടരുത് എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ആ മരം വെട്ടി മാറ്റുക തന്നെ ചെയ്യണം. ഇല്ല എങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ജീവന് അപായമുണ്ടാകും. അപ്പൊ പരിസ്ഥിതി തീവ്രവാദ നിലപാടുകൾ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടായാലും കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായാലും അതൊരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണമായിരിക്കണം നമുക്ക് വേണ്ടത്. കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിച്ചതിന് ശേഷം വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള പ്രതികരണം കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്ന് KCBCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ശ്രീ ജോസഫ് വാഴക്കൻ, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെത്തുമ്പോൾ താങ്കൾ കാണുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കുറെ കൂടി പ്രായോഗികമായ കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കസ്തൂരി രംഗൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ഇന്നുമായി വരുന്ന വാർത്തകൾ മാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് ഉള്ള ആധികാരികമായിട്ടുള്ളൊരറിവ്. അത് പക്ഷേ കേട്ടിടം കൊണ്ട് ചില പ്രായോഗികതകൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ മാധവ ഗാഡ്ഗിൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് അത് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഉതകുന്നതാണ് എന്നുള്ള വാദത്തോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പല്ല. എന്നാൽ ചുരുക്കം ചില കാര്യങ്ങളൊക്കെ യോജിപ്പുമുണ്ട്. പക്ഷേ അതിനകത്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം വർഷങ്ങളായി അവിടെ ജീവിക്കുന്ന ഉപജീവനം തേടിയിരിക്കുന്ന കർഷകരെ അതിനകത്ത് പാടെ മറന്നു എന്നുള്ള ഒരു പരാതി വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അത് പരാതി എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് അവർ ആ ഒരു ആശങ്ക ഉണർത്തുകയും അത് പരാതിയായി മാറുകയും പ്രക്ഷോഭമായി മാറുകയും ചെയ്തത്. കാരണം ഇതിനു മുമ്പ് EFL ആക്ട് വന്നപ്പോഴും ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നപ്പോഴും അതുപോലെ ഇടുക്കിയൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ CHR കാർഡമം ഹിൽ റിസർവ് ആക്ട് അതിൻ്റെ നിയമങ്ങൾ വന്നപ്പോഴും ഒക്കെ വളരെ സൗമ്യമായി ആട്ടിൻകുഞ്ഞുങ്ങൾ വരുന്നത് പോലെ വളരെ നിരുപദ്രവകാരിയായിട്ടാണ് അവിടെ വന്നത്. എങ്കിലും പിന്നീട് അത് നടപ്പിലായപ്പോഴേക്കും പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും പല സ്ഥലങ്ങളിലും കർഷകന് വലിയ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CHRൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കട്ടപ്പന ഉൾപ്പെടെ ഇടുക്കിയിലെ 23ഓളം പഞ്ചായത്തുകൾ ഈ മേഖലയായി ഇന്നും ഇപ്പോൾ അത് സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസ് നടക്കുകയാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്റ്റാണ് കേരളത്തിൽ ഫോറസ്റ്റിനെ പിടിച്ചു നിർത്തിയതും രക്ഷപ്പെടുത്തിയതും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ ആക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ നിയമത്തിന് വിരുദ്ധമായി പലപ്പോഴും അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഒട്ടേറെ കർഷകരെ ഉപദ്രവിക്കുന്ന കഥകൾ ഉണ്ട്. അത് കർഷകൻ ഭീതിയോടെ അതുകൊണ്ടാണ് ഓരോ നിയമങ്ങൾ വരുമ്പോഴും കർഷകൻ വളരെ ഭീതിയോടുകൂടി ഇതിനെ കാണുന്നത്. ഏതായാലും ശ്രീ മാധവ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. ഒന്ന്, അതിൻ്റെ സോണൈസേഷൻ ആയിരുന്നു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം സോൺ തിരിച്ചത് തന്നെ 3ആയി തിരിച്ചു എന്ന് മാത്രമല്ല, ഓരോ താലൂക്കുകൾ മൊത്തം ഒരു സോൺ ഏറ്റവും ഹൈലി സെൻസിറ്റീവായിട്ടുള്ള ഫസ്റ്റ് സോണിൻ്റെ അകത്ത് കേരളത്തിലെ എൻ്റെ എണ്ണം ഞാൻ കൃത്യം ഓർക്കാൻ 10-23 താലൂക്കുകളെ അങ്ങ് ഉൾപ്പെടുത്തിയിരുന്നു. എന്തിന് നമ്മുടെ പത്തനാപുരം ഉൾപ്പെടെ നമ്മുടെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് വരുന്ന പ്രദേശം ഉൾപ്പെടെ നമ്മുടെ വയനാടിലെ 3 താലൂക്കുകൾ, അങ്ങനെ ഏകദേശം വലിയ ജനവാസമുള്ള ഒട്ടേറെ കേന്ദ്രങ്ങൾ താലൂക്കുകളെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് വലിയ ആശങ്കയുണ്ടാക്കി. തീർച്ചയായും VS വിജയൻ, ഇതാണ് പ്രധാനമായി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് എതിരെ ഉന്നയിക്കപ്പെട്ടിരുന്ന ആരോപണങ്ങൾ. ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജനാധിവാസ പ്രദേശങ്ങളെ കണക്കിലെടുക്കാതെ
പ്രാധാന്യമുള്ള മേഖലകളാക്കി തിരിച്ചു എന്ന ആക്ഷേപമാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിക്കെതിരെ പ്രധാനമായും ഉയർന്നു വന്നിരുന്നത്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന വിഭജനം ഒരുപക്ഷെ ഈ ആശങ്കകളെ ഇല്ലാതാക്കാൻ സഹായിക്കില്ലേ? ഞാൻ ആദ്യമായിട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സൊണേഷൻ്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് MLA പറഞ്ഞല്ലോ, അത് ഞാനിപ്പോഴും പറയുന്ന വസ്തുതകൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ചീഫ് മിനിസ്റ്ററെ കണ്ടപ്പോഴും ഈ ഇഷ്യൂ വന്നു, ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് വട്ടിയൂർക്കാവിൻ്റെ പ്രശ്നം. അത് റിപ്പോർട്ട് മനസ്സിലാക്കാതെ ആരോ പറഞ്ഞ് ബ്രീഫ് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. താല്പര്യ കക്ഷികൾ എന്ന് പറയില്ലേ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, അതിനകത്ത് കുറേ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗാഡ്ഗിൽ കമ്മിറ്റി പറയുന്ന സോൺ 1, സോൺ 2, സോൺ 3 ഒരു റെക്കമെൻഡേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് പഞ്ചായത്താണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ കേസ് പറഞ്ഞു, വട്ടിയൂർക്കാവ് വരുന്നത് നെടുമങ്ങാട് താലൂക്കിലാണ് അല്ലേ. ആ നെടുമങ്ങാട് താലൂക്കിൽ അതിൽ നെടുമങ്ങാട് ഒരുപാട് കാടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ സംരക്ഷിക്കണം. പക്ഷേ ആ ഏരിയ ഏത് താലൂക്കിൽ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് നെടുമങ്ങാട് താലൂക്കിൽ വരുന്നു. അതിൻ്റെ അർത്ഥം നെടുമങ്ങാട് മുഴുവൻ സംരക്ഷിക്കണമെന്നല്ല, നെടുമങ്ങാട് താലൂക്ക് മുഴുവൻ സംരക്ഷിക്കണമെന്നല്ല, ഈ പ്രത്യേക തരത്തിലുള്ള സിഗ്നിഫിക്കൻ്റ് ഏരിയ ആയിട്ടുള്ള സംരക്ഷിക്കണമെന്ന് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ വട്ടിയൂർക്കാവ് അതിൻ്റെ പുറത്ത് വരും. മറിച്ച് വേറൊരു സംഗതിയുണ്ട്, ഇതിനകത്ത് ജനങ്ങൾക്കൊരു തീരുമാനമെടുക്കാനുള്ളൊരു വകുപ്പ് ഇതിനകത്തുണ്ട്. വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് ഇത് സോൺ 1 വരുത്തണമെന്നുണ്ടെങ്കിൽ അവർക്കത് പറയാം, അങ്ങനെ കൊണ്ടുവരാം. സോൺ 1 വട്ടിയൂർക്കാവ് സോൺ 1 വന്നാൽ വട്ടിയൂർക്കാവിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. കാരണം അവിടെ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് വരില്ല, അവിടെ തണ്ണീർത്തടങ്ങൾ നികത്തില്ല, അവിടെ നീർച്ചാലുകൾ നികത്തില്ല, അതുപോലെ അവിടെ വലിയ വലിയ ഹോട്ടൽസ് നിയന്ത്രണം വിട്ടു വരില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു കൺട്രോൾ വരും. അപ്പോൾ ശ്രീ വിജയൻ, കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വികസനം പശ്ചിമഘട്ടത്തിലെ ജനജീവിതത്തിനോ സാമ്പത്തിക സാധ്യതകൾക്കോ തടസ്സമാവില്ല. പിന്നെ എങ്ങനെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഉത്തരം കിടക്കുന്നത് ഈ സാമ്പത്തിക സാധ്യതകൾ ഇല്ലാതാക്കുന്നതിലല്ല, മറിച്ച് കുറെ കൂടി ഹരിതമായ സുസ്ഥിരമായ വികസന പദ്ധതികളിലേക്ക് നീങ്ങണമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ സമീപിച്ചിരിക്കുകയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി ഈ റിപ്പോർട്ടിനെ എന്ന് പറയാൻ കഴിയില്ലേ? ഇപ്പോൾ ആ പറഞ്ഞ സെൻറ്റൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, നല്ലതാണ്. അത് ഉദ്ദേശം, രണ്ട് റിപ്പോർട്ടിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ 60,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ മാത്രമാണ് അതിനെയാണ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ബാക്കി 1,00,000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്, അത് ഇതിന് പുറത്താണ്. അവിടെ എന്ത് വേണമെങ്കിലും ആകാമെന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള നടപടിയാണ്. അതാണ് ഞാൻ പറയുന്നത്. പശ്ചിമഘട്ടത്തിന് മൊത്തം സംരക്ഷിക്കുകയും അതോടൊപ്പം അവിടെ വികസനം നടത്തുകയും വേണമെന്നുള്ളതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതി. അതാണ് മൊത്തം ഏരിയയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും അതോടൊപ്പം അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം കൂട്ടുകയും ചെയ്യണം. അതായത് പരിസ്ഥിതിക്ക് ആഘാതം പറ്റാത്ത തരത്തിലുള്ള വികസനം കൊണ്ടുവരികയും ചെയ്യണം മൊത്തം ഏരിയയിൽ. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പറയുന്നത് 60,000 സ്ക്വയർ കിലോമീറ്ററിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ. അത് തെറ്റായിട്ടുള്ളതാണ്. ബാക്കിയുള്ള ഏരിയ മുഴുവൻ തുറന്നു കൊടുക്കുന്നത് ജനങ്ങൾക്കും പരിസ്ഥിതിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നാണ് ഫാദർ സ്റ്റീഫൻ ആൽത്തറ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഡോക്ടർ വിജയൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ചു മുമ്പ് അങ്ങ് പറഞ്ഞതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ വിജയൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത്തരത്തിൽ ഒന്നായിട്ടല്ല അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തില്, പ്രത്യേകിച്ചും ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളില് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നിരവധി ജനങ്ങളുണ്ട്. അവര് അവിടെ നിന്ന് കുടിയൊഴിക്കപ്പെടും എന്നുള്ള സോൺ 1 മേഖലയായിട്ട് തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഏറെ ആശങ്കയുളവാക്കുന്നതാണ്. കാരണം അവിടെ സാധാരണക്കാര്
വലിയ ബിസിനസ്സോ അല്ലെങ്കിൽ വലിയ വ്യവസായങ്ങളോ നടത്തുന്നില്ല. സാധാരണ ചെറിയ കർഷകര് ഇടുക്കിയിലും വയനാട്ടിലും മലനിലകളിൽ കൃഷി ചെയ്യുന്നവര് അവിടെ നിന്ന് കുടിയിറക്കപ്പെടുക എന്നുള്ള ഒരു വലിയ ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് സഭ ഇതിനെ ശക്തമായിട്ട് ഗാഡ്ഗിൽ കമ്മീഷന്റെ റിപ്പോർട്ടിനെ വളരെ ശക്തമായിട്ട് എതിർക്കേണ്ടി വന്നിട്ടുള്ളത്. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് അത്തരത്തിലാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ആ രീതിയിലാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഫാദർ സ്റ്റീഫൻ ആലത്ര, താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി സാധാരണക്കാരായ ആളുകൾ കുടിയൊഴിയേണ്ടി വരും എന്ന പ്രതീതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് ലഭ്യമായത് എന്ന്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശകളിൽ നിന്ന് ഭിന്നമായി 2 സോണാക്കി മാറ്റുന്നു എന്നുള്ളത് ശരി തന്നെ. എന്നാൽ 20,000 ചതുരശ്ര മീറ്റർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലകളിൽ ഉപാധികളോടെ ആകാം, വൻകിട ജലവൈദ്യുത പദ്ധതികളും ഉപാധികളോടെ നടപ്പാക്കാം എന്ന തോതിലുള്ള ശുപാർശകൾ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ചെറുകിട കർഷകരെയോ ഇടത്തരക്കാരെയോ സാധാരണക്കാരെയോ ബാധിക്കുന്നതല്ല ഈ ശുപാർശകളൊന്നും. ആ സാഹചര്യത്തിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സാധാരണ കർഷകർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടേയുള്ളൂ. അതിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തിയ ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഒന്നാമതായിട്ട് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കണം. ഇത്തരത്തിലുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണമാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായിരിക്കും. അത് നടപ്പിലാക്കേണ്ടത് തന്നെയുമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഇക്കാര്യം 20,000 ചതുരശ്ര മീറ്റർ വരെയുള്ള നിർമ്മാണങ്ങൾ ആകാം, അതിന് പാരിസ്ഥിതിക ആഘാത പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അനുമതി നൽകാവൂ എന്ന വ്യവസ്ഥ വച്ചിട്ടുണ്ടെങ്കിൽ കൂടി കേരളത്തിൻ്റെ സാഹചര്യം പരിഗണിച്ചാൽ ഇത്തരം നിർമ്മാണങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ അർത്ഥത്തിൽ ഇത് പരിസ്ഥിതിക്ക് അനുകൂലമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പലതും പ്രായോഗികമാണ്. ഇപ്പോൾ ആതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ വൈദ്യുതി ലഭിക്കുന്ന മാർഗം ജലവൈദ്യുത പദ്ധതികൾ തന്നെയാണ്. കേരളത്തിൽ ഇനി ജലവൈദ്യുത പദ്ധതി നടക്കില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആതിരപ്പള്ളിയെ സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പരിസ്ഥിതി ആഘാത പഠനം നടത്തി നോക്കണം. അതുപോലെ തന്നെ വൈദ്യുതിയുടെ കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണവും നോക്കണം. അതിലേതാണ് കൂടുതൽ പ്രയോജനകരം എന്നുള്ളതിനെക്കുറിച്ച് വിലയിരുത്തി ഈ പരിസ്ഥിതി ആഘാതത്തെക്കാൾ വളരെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം കൊണ്ട് ഗുണമുണ്ടാകുന്നുവെങ്കിൽ അത് വേണമെങ്കിൽ ആലോചിക്കാം എന്നുള്ള നിലയിൽ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് എന്ന് അതും മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ്. പ്രായോഗിക കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, അതിരപ്പള്ളിയിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിവരുന്ന ചിലവ് ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് സൗരോർജ്ജമാണ് ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും കാര്യക്ഷമവുമായ ഊർജ്ജ സ്രോതസ് എന്നുള്ളതാണ്. അതിലേക്ക് സ്വിച്ച് ചെയ്യുകയല്ലേ ഇതിനെക്കാട്ടിലും എളുപ്പം? ഒരു പുതിയ ഡാം പണിയുക എന്നുള്ളതിനെക്കാട്ടിലും കുറെ കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനം അതായിരിക്കില്ലേ? വൈദ്യുതിയുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ജോമെട്രിക്കലായിട്ടാണ് കൂടുന്നത്. ഈ വർഷം 2 ആണെങ്കിൽ അടുത്ത വർഷം 4, പിന്നത്തെ വർഷം 8 എന്നുള്ള നിലയിൽ ഇങ്ങനെ അതിൻ്റെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൗരോർജ്ജത്തിലൂടെ മാത്രം നമ്മുടെ വർദ്ധിച്ച വൈദ്യുതിയുടെ ആവശ്യം പരിഹരിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. പക്ഷേ അതൊരു വലിയ ഓൾട്ടർനേറ്റീവായിട്ടുള്ള പാരമ്പര്യേതര ഊർജ്ജ മാർഗമായി ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നതാണ്. കേരളവും അങ്ങോട്ട് അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ളത് ജലവൈദ്യുതി നിലയം തന്നെയാണ്. ഇടുക്കി ഉൾപ്പെടെ അതിൻ്റെ പണിയുന്ന സമയത്ത് കൂടുതൽ ആവശ്യം പണമുണ്ടായെങ്കിലും പിന്നീട് അതിൻ്റെ ഉൽപ്പാദന രംഗത്ത് വരുമ്പോൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് വൈദ്യുതി ലഭിക്കാനും അത് വളരെ പ്രായോഗികമായി ലഭിക്കാനും ഒക്കെ നല്ലത് ജലവൈദ്യുത പദ്ധതി തന്നെയാണ് എന്ന് നമുക്ക് കേരളത്തിൻ്റെ അനുഭവത്തിൽ തന്നെ അറിയാം. അപ്പോൾ പൂർണ്ണമായും നമുക്ക്
സൗരോർജ്ജത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കണം, പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് ആ കൂട്ടത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമായ, ജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന അവൻ്റെ അന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കാര്യങ്ങൾ കൂടി നോക്കണം. പരിസ്ഥിതിയെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരൊക്കെ കായികനികൾ ഭക്ഷിച്ച് ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ആലോചിച്ചുവെങ്കിൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ജലവൈദ്യുത പദ്ധതികൾ ആകാം, വേനൽക്കാലത്ത് 30% നീരൊഴുക്ക് ഉറപ്പാക്കാമെങ്കിൽ പശ്ചിമഘട്ടത്തിലുള്ള നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ ആകാം എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നു. ചെറുകിട ജലവൈദ്യുത പദ്ധതികളോട് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന് അത്രത്തോളം താല്പര്യമില്ലതാണ്. ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആവശ്യത്തിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നില്ല, എന്നാൽ പരിസ്ഥിതി ആഘാതം കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വൻകിട പദ്ധതികൾ വരാൻ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയല്ലേ ചെയ്യുക? അതെന്താ സംശയം? യാതൊരു സംശയമില്ല. വൻകിട പദ്ധതികൾ, വൻകിട ബിൽഡിങ്സ്, ടൂറിസം ഇതൊക്കെ വരണമെന്നാണ് ഇന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് വാഴക്കൽ പറയണ്ടായി, ഏറ്റവും വില കുറഞ്ഞിട്ടുള്ളത് ഒരു പദ്ധതിയാണ് ജലവൈദ്യുത പദ്ധതി. കാരണം ഇലക്ട്രിസിറ്റി വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വിൽക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം ഇതിൻ്റെ ഈ കോസ്റ്റ് കണക്കാക്കുമ്പോൾ, ജലവൈദ്യുതി പദ്ധതിയുടെ കോസ്റ്റും അതിൻ്റെ യൂണിറ്റ് പ്രൈസും ഒക്കെ കണക്കാക്കുമ്പോൾ എടുക്കുന്നത് മൊത്തം നമുക്ക് ചിലവായ രൂപ എത്രയാണെന്നും ഉദ്യോഗസ്ഥന്മാരുടെ സാലറി അതുപോലുള്ള മെയിൻ്റനൻസ് ചാർജ് എല്ലാം കൂടി എടുത്തിട്ട് ഒരു വിലയായിരിക്കും ഇടുക. പക്ഷേ അതിന് കണക്കാക്കാതെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി ആഘാതമാണ്. എത്ര പരിസ്ഥിതി മൂല്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് കണക്കാക്കുന്നില്ല. ഇക്കോസിസ്റ്റം സർവീസ് വാല്യൂസ് എടുക്കുന്നില്ല. നമുക്ക് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും കിട്ടുന്ന ഇക്കോസിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ എത്രയാണെന്നുള്ളത് അത് കണക്കാക്കുന്നില്ല. അത് അതിരപ്പള്ളി ആ ഏരിയയുടെ ഞങ്ങൾ ഒരു ചെറിയൊരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലാക്കിയത് 500 കോടി രൂപയാണ് ഓരോ വർഷം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതായത് പരോക്ഷമായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം 500 കോടി രൂപയാണ്. അപ്പോൾ ഈ 500 കോടി രൂപ ഓരോ വർഷം കിട്ടുന്നതും കൂടെ കണക്കാക്കി ഇതുകൂടി കണക്കിലെടുത്തിട്ട് വേണം ഇതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇലക്ട്രിസിറ്റി എത്ര രൂപയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുക അപ്പോഴാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതൊരു പക്ഷേ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. തെർമൽ പ്ലാന്റിലേക്കും ഒക്കെ ന്യൂക്ലിയർ പ്ലാന്റിലേക്കും ഒക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ട് ഇത് വരും എന്നുള്ളത് യാതൊരു സംശയമില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഫാദർ പറയുകയുണ്ടായി ജനങ്ങളെ കുടിയിറക്കേണ്ടി വരുമെന്ന്. അത് തെറ്റായൊരു ധാരണയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ റിപ്പോർട്ട് വായിച്ചിട്ടുള്ള ഒരു മനുഷ്യനും അത് പറയില്ല. കാരണം 520 പേജ് വരുന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു സ്ഥലത്ത് ഒരു പേജിൽ ഒരു സെൻറ്റൻസിലും ഒരു വരിയിലും ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് കൃഷിക്കാർക്കെതിരായിട്ട് അതിനകത്ത് ഒരു സെൻറ്റൻസ് പോലുമില്ല. ഇത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. റിപ്പോർട്ട് എടുത്ത് കാട്ടി ചോദിച്ചിട്ടുണ്ട്, എവിടെയാണത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കാട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ ആരും തയ്യാറല്ല. പക്ഷേ മൊത്തത്തിൽ ഇതെതിരായിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ ഈ റിപ്പോർട്ടിനെ, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ അങ്ങേയറ്റം തെറ്റിദ്ധരിച്ചുകൊണ്ട് ആണ് ഇതിനുള്ള ഒരു വ്യാഖ്യാനങ്ങൾ വന്നിരിക്കുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടും സംബന്ധിച്ചുള്ള തർക്കങ്ങൾ തുടരും. അവ്യക്തതകൾ നീക്കും വിധത്തിൽ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഹരിത ട്രൈബ്യൂണൽ ഇതിൽ ഏത് റിപ്പോർട്ടാണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ എഡിഷനിൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ VS വിജയൻ, ഫാദർ സ്റ്റീഫൻ ആലത്തറ, കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു.